നിങ്ങൾ ഒരു മുറിയിലേക്ക് എന്തോ എടുക്കാൻ പോയിട്ട് അവിടെ എത്തിയപ്പോൾ എന്തിനാണ് വന്നതെന്ന് മറന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേര് നാവിൻ്റെ തുമ്പത്ത് വരെ എത്തിയിട്ട് ഓർമ്മ വരാതെ പോയിട്ടുണ്ടോ? ഇത് സാധാരണമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് മറവി വരുന്നത്? നമ്മുടെ തലച്ചോർ ഒരു കമ്പ്യൂട്ടറല്ല. അത് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് വിവരങ്ങൾ സ്വീകരിക്കുന്നു. നിങ്ങൾ ഇന്ന് കണ്ട മുഖങ്ങൾ, കേട്ട ശബ്ദങ്ങൾ, വായിച്ച സന്ദേശങ്ങൾ, കണ്ട വീഡിയോകൾ, ഇതെല്ലാം തലച്ചോറിലേക്ക് എത്തുന്നു. എന്നാൽ ഈ വിവരങ്ങളെല്ലാം സൂക്ഷിച്ചു വയ്ക്കാൻ തലച്ചോറിന് സാധിക്കില്ല. അതിനാൽ പ്രധാനമല്ലാത്ത വിവരങ്ങൾ അത് ഒഴിവാക്കുന്നു. ഇതാണ് മറവിയുടെ ഒരു പ്രധാന കാരണം. മറ്റൊരു കാരണം ശ്രദ്ധക്കുറവാണ്. നമ്മൾ ഒരു കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ ആ വിവരം തലച്ചോറിൽ ശരിയായി സംഭരിക്കപ്പെടില്ല. അതുകൊണ്ടാണ് താക്കോൽ എവിടെ വെച്ചെന്ന് പലപ്പോഴും മറക്കുന്നത്. ഉറക്കക്കുറവും മറവിക്ക് കാരണമാകും. നല്ല ഉറക്കം ലഭിക്കുമ്പോഴാണ് തലച്ചോർ ഓർമ്മകൾ ശരിയായി ക്രമീകരിക്കുന്നത്. സമ്മർദ്ദവും അമിതമായ മാനസിക സമ്മർദ്ദവും ഓർമ്മശക്തിയെ ബാധിക്കും. പക്ഷേ ഒരു നല്ല വാർത്തയുണ്ട്, തലച്ചോറിനെ പരിശീലിപ്പിക്കാൻ കഴിയും. വായന, പസിലുകൾ, വ്യായാമം, നല്ല ഉറക്കം ഇവ ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കും. മറവി ഒരു തകരാറല്ല, അനാവശ്യ വിവരങ്ങൾ നീക്കം ചെയ്ത് പ്രധാനപ്പെട്ടവയ്ക്ക് സ്ഥലം ഒരുക്കുന്ന തലച്ചോറിൻ്റെ ബുദ്ധിപരമായ പ്രവർത്തനമാണ്. കൂടുതൽ സയൻസ് ഫാക്ട്സിനായി ഫോളോ ചെയ്യൂ സയൻസ് വിത്ത് ഡോക്ടർ ജയശ്രീ.